Hello dear children, welcome to Kids Area Online. Dear children, മലയാളം വാക്കുകളൊക്കെ എഴുതുവാൻ പഠിക്കുന്നുണ്ടോ? എഴുതി തുടങ്ങിയോ? ഓക്കെ, മലയാളം വാക്കുകൾ എഴുതുവാൻ പഠിക്കാം എന്നുള്ള ക്ലാസ്സിൽ ടീച്ചർ എല്ലാ മലയാള അക്ഷരങ്ങളും ഉൾപ്പെടുത്തിയാണ് വാക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അക്ഷരങ്ങൾ എഴുതുവാൻ മറന്നു പോകുന്നത് ഇതിലൂടെ ഒഴിവാക്കാൻ സഹായിക്കും. സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഓർമ്മയോടെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാം. ടീച്ചർ പറയുമ്പോൾ എഴുതുവാനും കഴിയും. ഓക്കെ, അപ്പോൾ 10 minutes ഇതിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അക്ഷരങ്ങൾ ഡെയിലി ഓർമ്മിക്കുകയും ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചർ പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്യുന്ന വർക്ക്സും ആൻസർ ഷീറ്റ്സും അയച്ചു തരേണ്ട വാട്സപ്പ് നമ്പർ ടീച്ചർ നൽകിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്നവർ വേഗത്തിൽ നോട്ട് ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന വർക്ക്സും ആൻസർ ഷീറ്റ്സും അയച്ചു തരിക. ഇവിടെ നിന്നും കറക്റ്റ് ചെയ്ത് റിപ്ലൈ നൽകും. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇതാരാണ്? ഇതേത് പക്ഷിയാണ്? വെരി ഗുഡ്, മൂങ്ങ. മൂങ്ങ എഴുതിയേ, വേഗത്തിൽ എഴുതിയേ. മൂങ്ങ, മൂങ്ങ. തെറ്റിപ്പോയവർ അല്ലെങ്കിൽ അറിയാത്തവർ വിഷമിക്കേണ്ട, ടീച്ചർ എഴുതി പഠിപ്പിക്കാം. മൂങ്ങ. എഴുതിയല്ലോ? ഇനി ടീച്ചർ എഴുതാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക. അറിയാത്തവർ ടീച്ചർ എഴുതുന്നത് ശ്രദ്ധിച്ചിരുന്ന ശേഷം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, മൂങ്ങ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ശ്രദ്ധിച്ചോളൂ. മൂങ്ങ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ? ഓക്കെ, എഴുതാൻ അറിയാത്തവർക്കായി ടീച്ചർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. മൂങ്ങ, മൂങ്ങ. ശരിയായിട്ടുള്ളവർക്ക് 1 point. എഴുതാൻ അറിയാത്തവർ എഴുതുവാൻ പഠിച്ചല്ലോ. മൂങ്ങ എഴുതുവാൻ പഠിച്ചില്ലേ? നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ വേർഡ് നോക്കാം. ഇതെന്താണ്? തത്ത. തത്ത വേഗത്തിൽ എഴുതിയേ. തത്ത വേഗത്തിൽ എഴുതിയേ. എഴുതാൻ അറിയാവുന്നവർ എഴുതുക. എഴുതാൻ അറിയാത്തവർക്കായി ടീച്ചർ പറഞ്ഞു തരാം. തത്ത. നിങ്ങൾ എഴുതിയല്ലോ? ഓക്കെ, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഴുതുവാൻ അറിയാത്തവർ ശ്രദ്ധിക്കുക. ത, തത്ത. കറക്റ്റ് ആണോ? കറക്റ്റായിട്ട് എഴുതിയവർക്ക് 2 points. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ത, ത, തത്ത, തത്ത. എഴുതിയല്ലോ? തെറ്റിപ്പോയർ വേഗത്തിൽ എഴുതിക്കോളൂ. തെറ്റിപ്പോയർ എഴുതിയായിരുന്നോ? തത്ത എഴുതിയായിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് മലയാളം എഴുതുവാനും
വായിക്കുവാനും അറിയില്ല എങ്കിൽ ടീച്ചർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ടീച്ചർ അതിനുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത വേർഡ് നമുക്ക് നോക്കിയാലോ. അടുത്ത വാക്ക് നോക്കാം. ഇതെന്താണ്? പുളി. പുളി വേഗത്തിൽ എഴുതിക്കോളൂ. പുളി എഴുതിക്കോളൂ. പുളി പുളി വേഗത്തിൽ എഴുതൂ. എഴുതി. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. പൂ. പുളി കറക്റ്റ് ആണോ? ഓക്കെ, തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട. ടീച്ചർ ഒരിക്കൽ കൂടി എഴുതി പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. പൂ. ലി. പുളി. 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 ഓക്കെ, നിങ്ങൾ വേഗത്തിൽ എഴുതിയേ. തെറ്റിപ്പോയവർ വേഗത്തിൽ എഴുതിയേ. പുളി എഴുതിയായിരുന്നോ? ഓക്കെ, നാലാമത്തെ വാക്കിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം തോണി. തോണി വേഗത്തിൽ എഴുതിയേ. തോണി എഴുതിയേ. തോണി. എഴുതിയായിരുന്നോ? വേഗത്തിൽ എഴുതൂ. ഓക്കെ, അറിയാത്തവർ വിഷമിക്കേണ്ട. ടീച്ചർ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയാലോ. തോണി. തോ. ണി. തോണി. തോണി കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. തെറ്റിപ്പോയവർക്ക് ടീച്ചർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. തോ. തോണി. തോണി. ഓക്കെ, ലാസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ വാക്ക് പഠിക്കാം. പൊതി. പൊതി. പൊതി വേഗത്തിൽ എഴുതിക്കോളൂ. പൊതി. വേഗത്തിൽ എഴുതുക. പൊതി. എഴുതിയായിരുന്നോ? വേഗത്തിൽ എഴുതൂ. പൊതി. ഓക്കെ, എഴുതി. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക. പോ. തി. പൊതി. പൊതി കറക്റ്റ് ആണോ? ഒരിക്കൽ കൂടി ടീച്ചർ എഴുതി പറഞ്ഞു തരാം.
പൊതി പൊതി പൊതി. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച 5 വാക്ക് മനസ്സിലായല്ലോ. തെറ്റിപ്പോയവർ വീണ്ടും ഡിക്റ്റേഷൻ അറ്റൻഡ് ചെയ്യുക, കറക്റ്റായിട്ട് ആൻസർ എഴുതുക. ശരിയായിട്ടുള്ളവരും എഴുതി പഠിച്ചവരും ടീച്ചർ നൽകുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ്സും ചെയ്ത വർക്ക്സും എഴുതി പഠിച്ച വർക്ക്സും അയച്ചു തരാം. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു.